നമസ്കാരം, എല്ലാവർക്കും റുക്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സോസേജ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായി സോസേജ്. അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാറുണ്ട്. പക്ഷെ അത് എനിക്കത്ര ഹെൽത്തി ആയിട്ട് തോന്നാറില്ല. ഇതും അങ്ങനെ എന്നും കറി വയ്ക്കാറില്ല. അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സോസേജ് ഞാനത് ചെറിയ ഇതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ആവശ്യത്തിന് നമ്മൾ ചേർക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വയ്ക്കുന്നുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുകിട്ട് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്നത് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയം തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉള്ളി, നമ്മുടെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. അന്നേരം നമ്മളിത് തയ്യാറാക്കി വെച്ചേക്കുന്ന ഉള്ളി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ ഉള്ളി കുറച്ചൊന്ന് വഴണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് മസാലകളെല്ലാം ചേർക്കുക. നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വഴണ്ടി നല്ല മണം വരുന്നുണ്ട്. അന്നേരം നമുക്ക് ഇതിനകത്തോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ ഗരം മസാലയാണ്. ഞാൻ ഇതിനകത്തോട്ട് തട്ടുവാണ്. അതൊന്ന് തട്ടി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ഇടുവാണ്. കുറച്ച് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി കുരുമുളക് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള എരിവെല്ലാം ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് ഒരു ചിക്കൻ മസാല ഈസ്റ്റേണിൻ്റെ ആട്ടോ എടുത്തേക്ക്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പച്ചമണം, അതിൻ്റെ പൊടികളുടെ എല്ലാം ഒരു മണം മാറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സോസേജ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. ഇനി നമുക്ക് സോസേജ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിത് കറിയുടെ പോലെയല്ല, കറിയായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് വഴറ്റി എടുക്കുന്നേ ഉള്ളൂ. കാരണം സാമ്പാറുണ്ട് കറിക്ക്. അപ്പോൾ പിന്നെ